ബൈജു കൊട്ടാരക്കരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് സ്വന്തമായൊരു യൂട്യൂബ് ചാനലുള്ള ആളാണ്, സിനിമാ സംവിധായകനാണ്. അദ്ദേഹം പലപ്പോഴും തൻ്റെ ചാനലിൽ വന്നിരുന്ന ഓരോരുത്തരെ എത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കാൻ കഴിയുമോ അത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കുകയും വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് മലയാള സിനിമയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പും ബ്ലാക്ക് മെയിലും എന്നാണ് പറയുന്നത്. ഷിബു ലോറൻസ് ജോണും ബൈജു കൊട്ടാരക്കരയുമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മലയാള സിനിമയെ തകർക്കാൻ സിനിമാ പ്രവർത്തകർ തന്നെ നിരോധിച്ച സംഘടനയാണ് മാക്ട. ഇതിന്റെ ഭാരവാഹികൾ എന്ന രീതിയിൽ സ്വയം പരിചയപ്പെടുത്തിയാണ് വിദേശ മലയാളികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് വഞ്ചിച്ച കേസിൽ ഓസ്ട്രേലിയൻ മലയാളിയായ ഷിബു ലോറൻസ് ജോണിനും കുപ്രസിദ്ധ യൂട്യൂബർ ബൈജു കൊട്ടാരക്കരയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് എന്നാണ് പറയുന്നത്. മലയാളത്തിലെ നവ പ്രൊഡക്ഷൻ കമ്പനിയായ വാവ് സിനിമാസിന്റെ പ്രൊഡ്യൂസർ സന്തോഷ് ത്രിവിക്രമനും മാനേജർ ഷിബു ജോണുമാണ് അവസാനമായി ഇവരുടെ ചതിയിൽപ്പെട്ടത്. പ്രിയൻ ഓട്ടത്തിലാണ്, കുഞ്ഞമ്മണി ഹോസ്പിറ്റലിൽ, സീക്രട്ട് ഹോം എന്നീ സിനിമകൾ കൂടാതെ 25ലധികം സിനിമയുടെ പ്രൊഡക്ഷനിൽ ഭാഗമായ സന്തോഷ് ത്രിവിക്രമൻ എന്ന വിദേശ മലയാളിയാണ് തങ്ങൾ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് അവരുടെ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്ന സിനിമയുടെ റിലീസിംഗ് സമയത്ത് ഷിബു ജോണും അയാളുടെ ഭാര്യ ജോമോൾ ഷിബു ജോണും സമീപിച്ചത്. 35 ലക്ഷം രൂപയ്ക്ക് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻസ് മാത്രം എടുത്ത ഇരുവരും പക്ഷേ ഓസ്ട്രേലിയയിലുള്ള മലയാളികളിൽ നിന്ന് ഈ സിനിമയുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞ 1 കോടിയിലധികം പണം കൈക്കലാക്കി എന്നാണ് ആരോപണം. വാവ് സിനിമയിലെ മാനേജറായ ഷിബു ആണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇവർക്കെതിരെ തട്ടിപ്പിനിരയായവർ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ പണം ഷിബു ജോണിന്റെ ഭാര്യ ജോമോൾ ഷിബുവിന്റെ കേരളത്തിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട ബൈജു കൊട്ടാരക്കര വാവ് സിനിമാസിന്റെ മാനേജറായ ഷിബു ജോബിനെയും സന്തോഷ് ത്രിവിക്രമനെയും ഫോണിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഷിബു ജോണിന്റെ ഭാര്യയും മക്കളെയും വകവരുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ഇവരുടെ പേരിൽ മോശം വീഡിയോ ചെയ്ത സ്വന്തം യൂട്യൂബ് ചാനലിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിൽ ഇരുവരുടെയും പേരിൽ വേറെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടാതെ മലയാളത്തിലെ വെള്ളം, നദികളിൽ സുന്ദരി, യമുന തുടങ്ങിയ സിനിമകളുടെ പ്രൊഡ്യൂസറായ മുരളീദാസിനെ ഓസ്ട്രേലിയയിൽ ബിസിനസ് പാർട്ട്ണറാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 2 കോടിയിലധികം രൂപ തട്ടിയെടുത്ത മറ്റൊരു കേസും കേരളത്തിൽ ഷിബു ലോറൻസ് ജോണിനെതിരെ നിലവിൽ ഉണ്ട്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അടുത്ത ബന്ധുവാണെന്ന് പ്രചരിപ്പിച്ച ഓസ്ട്രേലിയയിലേക്ക് വിസയും റെസിഡൻസി പെർമിറ്റ് വാഗ്ദാനം ചെയ്ത പലരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസുകളിൽ ഓസ്ട്രേലിയയിലെയും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇയാൾക്കെതിരെ നിരവധി പോലീസ് കേസുകൾ നിലവിലുള്ളതായി പറയപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ നിരവധി പേപ്പർ കമ്പനികൾ തുടങ്ങി അവിടുത്തെ ഗവൺമെന്റ് ഗ്രാന്റ് തട്ടിച്ചതടക്കം നിരവധി കേസുകളിൽ ഈ വ്യക്തി ഓസ്ട്രേലിയയിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായും കേരള പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇയാളുമായി മന്ത്രിക്കോ കുടുംബാംഗങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് മലയാള സിനിമയിലെ പല വമ്പൻ ശക്തികളുടെ പിന്തുണ ഉള്ളതായി പറയപ്പെടുന്നു. പ്രശസ്ത സംവിധായകരുമായുള്ള ഇയാളുടെ പണമിടപാടുകളിലേക്കും ഓസ്ട്രേലിയയിൽ ഇവർ ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളിലേക്കും എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മലയാള സിനിമയുടെ ഓസ്ട്രേലിയയിൽ മാത്രം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാൾ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് പ്രൊഡ്യൂസർമാരിലേക്ക് അടുപ്പം സ്ഥാപിക്കുന്നത്. ഇയാളെ പല പ്രൊഡ്യൂസർമാരിലേക്കും പരിചയപ്പെടുത്തിയ പ്രശസ്ത സംവിധായകനും ഈ കണികളിൽ ഭാഗമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്.